ഹലോ, ഡെയിലി ന്യൂസ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് എത്തനോൾ ബ്ലെൻഡിംഗ് പ്രോഗ്രാം, റൈറ്റ് ടു ബി ഫോർഗോട്ടൺ, സൈറ്റ്സ്, നിപ്പുൺ ഭാരത് ആൻഡ് പ്ലേസസ് ഇൻ ന്യൂസ് ഗോൾഡൻ ഹൈപ്പ്. ഹലോ ഓൾ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 29 ജൂലൈയിലെ ഇന്ത്യൻ എക്സ്പ്രസ് ആസ് വെൽ ആസ് ഹിന്ദുവിലെ ന്യൂസ് ആണ്. ഫസ്റ്റ് വരുന്ന ടോപ്പിക്, എത്തനോൾ യൂസ്ഡ് ഇൻ പെട്രോൾ നൗ മോർ ഫ്രം മീസ് ഡാമേജ് ഫുഡ് ഗ്രെയിൻസ് ദാൻ ഷുഗർ. സോ ഇതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് എത്തനോൾ ബ്ലെൻഡിംഗ് പ്രോഗ്രാം ഉണ്ട്. സോ ദാറ്റ് മീൻസ് എത്തനോൾ പെട്രോൾ ആയിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു സ്കീമാണ്, ഒരു മിഷനാണ്. സോ അതിൽ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഇപ്പൊ സെറിയൽ ഗ്രെയിൻസ് ഹാവ് ഓവർടേക്കൺ ഷുഗർ കെയിൻ ആസ് ദ പ്രൈമറി ഫീഡ് സ്റ്റോക്ക്. അതായത് നമ്മളിപ്പോൾ എത്തനോൾ പ്രൊഡ്യൂസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പ്രോസസ്സിൽ നമ്മൾ അല്ലെങ്കിൽ റോ പ്രൊഡക്ട്സിൽ, അതായത് മീസും ഡാമേജ് ഫുഡ് ഗ്രെയിൻസും, അതായത് സെറിയൽ ഗ്രെയിൻസ് ഷുഗർ കെയിൻ അതുപോലെ ഷുഗർ ഡിറൈവ് പ്രൊഡക്ട്സിന് ഓവർടേക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂസ് ആണ്. സോ നമ്മളിത് പഠിക്കുമ്പോൾ നമ്മൾ ബേസിക്കലി എത്തനോൾ എന്താന്ന് പഠിക്കണം. എത്തനോൾ ഇവിടെ ഒരു ബയോഫ്യൂൽ ആണ്. ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ പ്രോസസിങ് ഓർഗാനിക് മാറ്റർ. സോ ഇവിടെ മെൻഷൻ ചെയ്ത പോലെ സെറിയൽ ഗ്രെയിൻസ് അതുപോലെ തന്നെ ഷുഗർ കെയിൻ അതുപോലെ ഷുഗർ ഡിറൈവ് പ്രൊഡക്ട്സ് ഇതുവഴി നമുക്ക് എത്തനോൾ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ ഒരു ഓർഗാനിക് മാറ്ററിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് എത്തനോൾ. ഇതിന്റെ പ്രൊസീജിയർ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പ്രോസസ്സിൽ നമുക്ക് ഫസ്റ്റ് കാണാം ഫെർമെന്റേഷൻ ഓഫ് ഷുഗേഴ്സ് ബൈ ഈസ്റ്റ്, അങ്ങനെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് പെട്രോ കെമിക്കൽ പ്രോസസ് സച്ച് ആസ് എത്തിലീൻ ഹൈഡ്രേഷൻ, ഈ പ്രൊസീജിയർ വഴിയും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. പക്ഷേ ഈ പ്രൊസീജിയർ ലാർജ് സ്കെയിൽ കമേഴ്ഷ്യൽ പ്രൊഡക്ഷന് വേണ്ടിയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ എത്തനോൾ എന്താണ്, എത്തനോൾ എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഇനി നമ്മൾ എത്തനോൾ ബ്ലെൻഡിംഗ് പ്രോഗ്രാമിലേക്ക് നോക്കുകയാണെങ്കിൽ എത്തനോൾ ബ്ലെൻഡിംഗ് പ്രോഗ്രാം അൺഒഫീഷ്യൽ ആയിട്ട് നമ്മുടെ രാജ്യത്ത് സ്റ്റാർട്ട് ചെയ്തത് ഓൾമോസ്റ്റ് 2000-ലായിരുന്നു. ബട്ട് 2003 ആയപ്പോഴത്തേക്കും നമ്മൾ ഒഫീഷ്യലായിട്ട് സ്റ്റാർട്ട് ചെയ്തു. 2003-ൽ നമ്മുടെ ടാർഗറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5% ആയിരുന്നു. 5% എന്ന് പറയുമ്പോൾ 5% ഓഫ് എത്തനോൾ ഷുഡ് ബി മിക്സ്ഡ് വിത്ത് പെട്രോൾ. സോ ഇപ്പൊ കറന്റ് നോക്കുവാണെങ്കിൽ അത് 20% ആണ്. സോ 20% എന്ന് പറയുമ്പോൾ 20%, ഫോർ എക്സാമ്പിൾ 1 ലിറ്റർ പെട്രോളിൽ ഓൾമോസ്റ്റ് 200 ml ഓഫ് എത്തനോൾ ഷുഡ് മിക്സ്ഡ്. ഇത് ഇനീഷ്യലി നമ്മൾ 2030 വരെ ആയിരുന്നു നമ്മുടെ ടാർഗറ്റ് ആയിട്ട് നമ്മൾ ലോഞ്ച് ചെയ്തത്. ബട്ട് അതിന്റെ ഒരു സക്സസ് റേറ്റ് കണ്ടപ്പോഴത്തേക്കും ഗവൺമെന്റ് 2025-2026 ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് അറിയാം നാഷണൽ പോളിസി ഓൺ ബയോഫ്യൂൽസ് 2018 തുടങ്ങിയ നമ്മുടെ ഒരു സ്കീം ഉണ്ട്, ഒരു മിഷൻ ഉണ്ടായിരുന്നു. ഈ മിഷന്റെ ഒരു മേജർ കമ്പോണന്റ് ആയിട്ട് എത്തനോൾ ബ്ലെൻഡിംഗ് പ്രോഗ്രാം വരും. അതും കൂടെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടതാണ്. ഇതിന്റെ ഒരു സിഗ്നിഫിക്കൻസിലേക്ക് വരുവാണെങ്കിൽ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് റെഡ്യൂസസ് ഡിപ്പെൻഡൻസി ഓൺ പെട്രോളിയം. സോ നമുക്കറിയാം ഇപ്പോൾ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസിന് ഗവൺമെന്റ് പറഞ്ഞേക്കുന്നതാണ് നമ്മൾ എത്തനോള് പെട്രോളിയമായിട്ട് മിക്സ് ചെയ്യണം. സോ ബേസിക്കലി ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിന്റെ ഒരു ഡിമാൻഡ്, പെട്രോളിയത്തിന് ഡിമാൻഡ് കുറയ്ക്കാൻ പറ്റും. കാരണം 20% നമ്മൾ എത്തനോൾ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും അത്രയും ശതമാനം പെട്രോള് നമുക്ക് ഉപയോഗിച്ചാൽ മതി, 80%ഓളം. അപ്പോൾ അതുമൂലം തന്നെ നമുക്ക് കണക്ട് ചെയ്ത് ഇമ്പോർട്ട് ബില്ല് റെഡ്യൂസ് ചെയ്യാം. കാരണം പെട്രോളിയം നമ്മൾ കൂടുതൽ പുറത്തു നിന്നാണ് കൊണ്ടുവരുന്നത് രാജ്യത്തേക്ക്. ഇറ്റ്സ് എക്സ്പെൻസീവ് ഓൾസോ. സോ അത് നമ്മുടെ രാജ്യത്തെ എക്കണോമിയിലെ ഇമ്പോർട്ട് ബില്ലും കൂടെ റെഡ്യൂസ് ചെയ്യുന്നതാണ്. സോ ഇറ്റ് ഈസ് ഓൾസോ ആൻ അഡ്വാൻറ്റേജ്. ദെൻ കംസ് ക്ലീനർ ആൻഡ് മോർ സസ്റ്റൈനബിൾ എനർജി. സോ നമുക്കറിയാം പെട്രോളിയം കുറച്ച് ഗ്യാസസ് എമിറ്റ് ചെയ്യുന്നതാണ്, കാർബൺ കൈൻഡ് ഓഫ് പ്രൊഡക്ട്സ് എമിറ്റ് ചെയ്യുന്നതാണ്. ബട്ട് നമ്മൾ ഇതുവഴി എത്തനോൾ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ആ പൊല്യൂഷൻ ലെവൽ അതുപോലെ തന്നെ കുറച്ചുകൂടി അതിന്റെ ഒരു പൊല്യൂഷൻ ലെവൽ നമുക്ക് റിയലി താഴേക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഓൾസോ പ്രൊവൈഡ് സപ്പോർട്ട് ടു ഫാർമേഴ്സ്. സോ സപ്പോർട്ട് ടു ഫാർമേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എത്തനോൾ മിക്സിംഗ് ഉണ്ടാകുമ്പോഴത്തേക്കും നമുക്ക് എത്തനോളിന്റെ ഡിമാൻഡ് ഉയരും. അപ്പോൾ ഫാർമേഴ്സിന് അതുണ്ടാക്കുന്ന ക്രോപ്സ് ലൈക്ക് ഫോർ എക്സാമ്പിൾ മേസ് അതുപോലെ തന്നെ ആ കൈൻഡ് ഓഫ് ക്രോപ്സ് കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു ഇൻസെന്റീവ് ആയിട്ട് മാറുകയാണ്. ഓൾസോ ഫോർ എക്സാമ്പിൾ ഒരു ബാഡ് ഹാർവെസ്റ്റിംഗ് സീസൺ ഉണ്ടാവുകയാണ്, കുറെ ഡാമേജ് ഫുഡ് ഗ്രെയിൻസ് വന്നു. ഈ ഡാമേജ് ഫുഡ് ഗ്രെയിൻസ് പോലും നമുക്ക് ഈ പ്രൊസീജിയറിലേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. സോ ഫാർമേഴ്സിന് അതൊരു എക്സ്ട്രാ ഇൻകം ആയിട്ട് മാറുകയാണ്. ഇനി നമ്മൾ ക്രിറ്റിസിസത്തിലേക്ക് നോക്കുകയാണ്, വാട്ട് ആർ ദ ഫ്ലോസ്. ഫസ്റ്റ് ഓഫ് ഓൾ ഫുഡ് സെക്യൂരിറ്റി ആൻഡ് ഹങ്കർ. ഈ ഫുഡ് സെക്യൂരിറ്റി ആൻഡ് ഹങ്കർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം എത്തിക്കലി നമ്മുടെ രാജ്യത്ത് ഇപ്പൊ നോക്കുകയാണെങ്കിൽ പോവേർട്ടി അതുപോലെ തന്നെ കുറെ അടുത്ത് ഹങ്കർ ഇൻഡെക്സിൽ പോലും നമ്മൾ വളരെ മോശം റാങ്കിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ഫുഡ് സെക്യൂരിറ്റി ഹങ്കറും ഇങ്ങനത്തെ ഇഷ്യൂസ് നിലനിൽക്കുന്ന സമയത്ത് നമ്മൾ ഈ ഡാമേജ് ഫുഡ് ഗ്രെയിൻസ് അതുപോലെ തന്നെ ഈ ക്രോപ്സ് ഇതിനു വേണ്ടി ഉപയോഗിക്കുമ്പോൾ അതിന്റെ ഒരു എത്തിക്കൽ പ്രശ്നം ഇതിലേക്ക് കടന്നു വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹൈ കോസ്റ്റ് വരുന്നുണ്ട്. സോ ഹൈ കോസ്റ്റ് എന്ന് പറയുമ്പോൾ എത്തനോൾ നമുക്കത് പ്രൊഡ്യൂസ് ചെയ്യാൻ സോ ബേസിക്കലി അത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് മാറുന്നുണ്ട് പെട്രോളിയത്തിനേക്കാളും. സോ അതും ഒരു ഇഷ്യൂ ആയിട്ട് വരുന്നുണ്ട്.
പിന്നെ ഇറ്റ് ഈസ് ഹൈലി വാട്ടർ ഇൻറ്റൻസീവ്. സോ എത്തനോൾ ഡിറൈവ് ചെയ്യുന്ന പ്രൊഡക്ട്സ്, ഫോർ എക്സാമ്പിൾ ഷുഗർ കെയിൻ, വളരെയധികം വെള്ളം വേണ്ടി വരുന്ന വാട്ടർ യൂസ് ചെയ്യുന്ന ഒരു ക്രോപ്പാണ്. സോ ഇറ്റ് ഈസ് ഹൈലി വാട്ടർ ഇൻറ്റൻസീവ് ഓൾസോ. നമുക്കറിയാം നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ കുറെ അടുത്ത് ഗ്രൗണ്ട് വാട്ടർ ടേബിൾ വളരെയധികം ഡിക്രീസ് ചെയ്യുന്നുണ്ട്. സോ വാട്ടർ സ്ട്രെസ് അനുഭവിക്കുന്ന ഒരുപാട് സ്റ്റേറ്റ്സ് ഉണ്ട്. സോ അവിടെ നമുക്ക് ഈ ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യുക എന്ന് ആക്ച്വലി ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ്. പിന്നെ കുറച്ചുകൂടി അത് ലെസ് എഫിഷ്യൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം ഓൾറെഡി പെട്രോൾ റൺ ചെയ്യുന്ന ഒരുപാട് വെഹിക്കിൾസ് ഉണ്ട്. അപ്പൊ അതിലേക്ക് നമ്മൾ എത്തനോള് മിക്സ് ചെയ്തിട്ടുള്ള പെട്രോൾ ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിന്റെ ഒരു എഫിഷ്യൻസി ഓൾമോസ്റ്റ് 6 to 8% കുറയുന്നുണ്ട്. അപ്പൊ അതൊരു ഇഷ്യൂ ആണ്. സോ ദീസ് ആർ ദ ക്രിറ്റിസിസംസ്. അപ്പൊ നമ്മളിവിടെ എത്തനോൾ എന്താണ്, എത്തനോൾ ബ്ലെൻഡിങ് പ്രോഗ്രാം എന്താണ്, അതിന്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ അടുത്തത് പേജ് നമ്പർ 11 വരുന്ന ഒരു ആർട്ടിക്കിൾ ആണ്, ഹൗ എഡ്യൂക്കേറ്റഡ് മദേഴ്സ് ഓഫ് യങ് കിഡ്സ് ക്യാൻ ബി അസറ്റ് ഫോർ നിപ്പുൺ. സോ നിപ്പുൺ സ്കീമിനെ കുറിച്ചുള്ള ഒരു ആർട്ടിക്കിൾ ആണിത്. സോ നിപ്പുൺ സ്കീം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഫോം നോക്കുവാണെങ്കിൽ നാഷണൽ ഇനീഷ്യേറ്റീവ് ഫോർ പ്രൊഫിഷ്യൻസി ഇൻ റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് ന്യൂമറസി. ഇതാണ് നിപ്പുൺ സ്കീം. ഇത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന്റെ കീഴിൽ ലോഞ്ച് ചെയ്തതാണ് 2021. ഇതിന്റെ ഒരു എയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിൽഡ്രൻ ഫ്രം ദി ഏജ് ഗ്രൂപ്പ് ഓഫ് 3 to 9 years അവർക്ക് അവരുടെ ലേണിംഗ് നീഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഫൗണ്ടേഷണൽ ലിറ്ററസി. സോ 3rd സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോഴത്തേക്കും ബേസിക് ഫൗണ്ടേഷൻ ആണ്. സോ അവിടെ നിന്ന് നമ്മൾ ലിറ്ററസി ഇൻ ന്യൂമറസി, അതുപോലെ തന്നെ റീഡിങ്, റൈറ്റിംഗ്. ഇപ്പോൾ ഇതില് നമ്മൾ പിള്ളേർക്ക് 3rd സ്റ്റാൻഡേർഡ് തൊട്ടുള്ള പിള്ളേർക്ക് റീഡിങ്, റൈറ്റിംഗ് ആൻഡ് ന്യൂമറസിയിൽ നമ്മൾ പ്രൊഫിഷ്യൻസ് നേടിക്കൊടുക്കുക, ഒരു എൻവയൺമെന്റൽ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് അവർക്ക് കോമ്പീറ്റന്റ് ആവുക റീഡിംഗ്, റൈറ്റിംഗ്, ന്യൂമറസിയിൽ ബൈ ഓൾമോസ്റ്റ് 2026-2027. ഇതാണ് നിപ്പുൺ സ്കീമിന്റെ ഒബ്ജക്റ്റീവ്. ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഏജൻസി നോക്കുവാണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ ആൻഡ് ലിറ്ററസി. ഇത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന്റെ കീഴിൽ വരുന്ന ഏജൻസിയാണ്. ഇതിന്റെ ഇംപ്ലിമെന്റേഷന്റെ രീതി എന്ന് പറയുമ്പോൾ ഒരു 5 ടയർ ഇംപ്ലിമെന്റേഷൻ മെക്കാനിസം ആണ്. നാഷണൽ ലെവലിലുണ്ട്, സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്, ബ്ലോക്ക്, സ്കൂൾ. അപ്പൊ ഈ 5 ടയർ ലെവലിലാണ് ഇതിന്റെ ഒരു ഇംപ്ലിമെന്റേഷൻ വരുന്നത്. ഇതൊരു സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണ്. ഇത്രയും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. സോ ഇത് പേജ് നമ്പർ 11 ഓഫ് ഇന്ത്യൻ എക്സ്പ്രസിൽ വരുന്ന ന്യൂസ് ആണ്. ഇനി അതുപോലെ തന്നെ പേജ് നമ്പർ 11 വരുന്ന വേറെ ന്യൂസ് ആണ് റൈറ്റ് ടു ബി ഫോർഗോട്ടൺ. അതിന്റെ ഒരു ഹെഡ്ലൈൻ നോക്കുവാണെങ്കിൽ ഇന്ത്യ ഡസ് നോട്ട് ഹാവ് എ സ്റ്റാറ്റ്യൂട്ടറി ഫ്രെയിംവർക്ക് ദാറ്റ് പ്രിസ്ക്രൈബ്സ് ദ റൈറ്റ് ടു ബി ഫോർഗോട്ടൺ. സോ ഇതിന്റെ ഒരു ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ടു ബി ഫോർഗോട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമുക്കറിയാം പുട്ടുസ്വാമി ജഡ്ജ്മെന്റിൽ സുപ്രീം കോർട്ട് പറഞ്ഞതാണ് ബേസിക്കലി, അതായത് റൈറ്റ് ടു പ്രൈവസി ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണെന്ന്. അതുപോലെ തന്നെ റൈറ്റ് ടു ബി ഫോർഗോട്ടൺ യൂറോപ്പിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ്. സോ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിന്റെ ഒരു ഡെഫിനിഷൻ നോക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് ദ റൈറ്റ് ടു ഹാവ് പബ്ലിക്ലി അവൈലബിൾ പേഴ്സണൽ ഇൻഫർമേഷൻ റിമൂവ് ഫ്രം ദി ഇന്റർനെറ്റ് സെർച്ച് ഡാറ്റാബേസ്. സോ ഒരാളെ സംബന്ധിച്ച് അയാളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ, വൺസ് ഹി ഡിസൈഡ്സ് ഇറ്റ് ഇസ് നോട്ട് നെസസറി, അത് റിമൂവ് ചെയ്യാനുള്ളൊരു ഇത് റൈറ്റും കൂടെ അയാൾക്കുണ്ട്. സോ റൈറ്റ് ടു ബി ഫോർഗോട്ടൺ ആക്ച്വലി ഒരു ഇമ്പോർട്ടൻസ് ഗെയിൻ ചെയ്തത് 2014 അത് ഗൂഗിൾ സ്പെയിൻ കേസ് എന്ന് പറഞ്ഞൊരു കേസിലാണ്. അതായത് കോർട്ട് ഓഫ് ജസ്റ്റിസ് ഓഫ് ദി യൂറോപ്യൻ യൂണിയനിൽ വരുന്ന ഒരു കേസ്. അങ്ങനെയാണ് ഇത് എമർജ് ചെയ്തത്. ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പുട്ടുസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ നോട്ട് ചെയ്തിട്ടുണ്ട് ആക്ച്വലി റൈറ്റ് ടു ബി ഫോർഗോട്ടൺ ഒരു ബ്രോഡർ റൈറ്റ് ഓഫ് പ്രൈവസിയുടെ ഭാഗമാണെന്ന് പുട്ടുസ്വാമി ജഡ്ജ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ആ സമയത്തുണ്ടായിരുന്ന BN ശ്രീകൃഷ്ണ കമ്മിറ്റി ഇത് റെക്കമെൻഡും ചെയ്തിട്ടുണ്ട്. ബട്ട് ഇതിന്റെ ഒരു ക്യൂരിയോസിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലേറ്റർ നമുക്കറിയാം ഇപ്പൊ 2023 വന്ന പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ബിൽ നമ്മുടെ ഗവൺമെന്റ് പാസ്സായി, അതൊന്ന് റിഫോം ചെയ്തെടുത്ത ആ ബില്ലിൽ ഈ റൈറ്റ് ടു ബി ഫോർഗോട്ടൺ ആക്ച്വലി മെൻഷൻഡ് അല്ല. സോ ദാറ്റ് ഇസ് ഓൾസോ ക്യൂരിയസ് കേസ്, അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം. സോ ഇത് നേരത്തെ മെൻഷൻ ചെയ്ത പോലെ യൂറോപ്യൻ യൂണിയൻസ് ജനറൽ ഡാറ്റ പ്രൊട്ടക്ഷൻ റെഗുലേഷൻ ഭാഗമായിട്ട് 2018 വന്നതാണ്. സോ നിങ്ങൾ ഈ ആർട്ടിക്കിൾ ഒന്ന് നോക്കുക. ഇതിൽ റൈറ്റ് ടു ബി ഫോർഗോട്ടൺ. സോ ബേസിക്കലി ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ഫ്രെയിംവർക്ക് ഇല്ല, അതായത് ഇന്ത്യയിൽ ഒരു ലീഗൽ റൈറ്റ് ഇല്ല, അതിനെ സംബന്ധിച്ച് ഒരു ലീഗൽ ഫ്രെയിംവർക്ക് ഇല്ല. സോ ആക്ച്വലി ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു ഡിഫിക്കൽട്ടി ഉണ്ട്, ഈവൻ ദോ ഗവൺമെന്റ് ഹാസ് റെക്കഗ്നൈസ്ഡ് ഇറ്റ്. ഓക്കെ, സോ പിന്നീട് വരുന്ന ഒരു ആർട്ടിക്കിൾ പേജ് നമ്പർ 12 ഇത് പറയുന്നത് സൈറ്റ്സ് ഈസസ് നോംസ് ഫോർ അതർവുഡ് എക്സ്പോർട്ട് മൂവ് ടു ബെനിഫിറ്റ് ലാക്സ് ഓഫ് ഫാർമേഴ്സ് ഫ്രം ദ നോർത്ത് ഈസ്റ്റ്.
സോ നമ്മൾ പഠിക്കുന്നത് സൈറ്റ്സിനെ കുറിച്ചാണ്. സൈറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ആക്ച്വലി an ഇന്റർനാഷണൽ അഗ്രിമെന്റ് ബിറ്റ്വീൻ ഗവൺമെന്റ്സ് തമ്മിലുള്ള ഒരു ഇന്റർനാഷണൽ അഗ്രിമെന്റ് ആണ്. ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ട്രേഡ് കൂട്ടുക വിത്ത് സ്പെസിമെൻസ് ഓഫ് വൈൽഡ് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. സോ വൈൽഡ് ആനിമൽസ്, പ്ലാന്റ്സ്, അതിന്റെ സ്പെസിമെൻസ് ഉപയോഗിച്ചിട്ടുള്ള ട്രേഡിങ്, അതിനെ പ്രൊട്ടക്ട് ചെയ്യുക. അത് എൻഷുർ ദാറ്റ് ഇറ്റ് ഇസ് ആ ട്രേഡ് സ്പീഷീസിന്റെ സർവൈവലിനെ ത്രട്ടൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു സംഭവമാണ് സയൻസ്. ഓക്കെ, സോ ഇതിന്റെ ഒരു ഉത്ഭവം നോക്കുവാണെങ്കിൽ ഇതൊരു റെസൊല്യൂഷന്റെ ഭാഗമായിട്ട് 1963 ഇത് ഒറിജിനേറ്റ് ചെയ്തത്. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ, IUCN ഭാഗമായിട്ടുള്ള റെസൊല്യൂഷനിലാണ് ഇത് കൊണ്ടുവന്നേക്കുന്നത്. ഇത് ആക്ച്വലി ഫോഴ്സിൽ വന്നത് 1975-ലാണ്. ഇതിന്റെ എയിം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇന്റർനാഷണൽ ട്രേഡ് ഇൻ സ്പെസിമെൻസ് ഓഫ് വൈൽഡ് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ഡസ് നോട്ട് ത്രെട്ടൻ ദ സർവൈവൽ ഓഫ് സ്പീഷീസ്. ഓക്കെ, സോ കറന്റ് ഓൾമോസ്റ്റ് 184 പാർട്ടീസ് ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ട്. ഓക്കെ, സോ നമ്മൾ സൈറ്റ്സിനെ കുറിച്ച് പഠിച്ചു. അപ്പോൾ ഇത് നിങ്ങൾ നോക്കുക. അതുപോലെ തന്നെ അടുത്തത് വരുന്നത് പ്ലേസസ് ഇൻ ന്യൂസ് ആണ്. പ്ലേസസ് ഇൻ ന്യൂസ് നിങ്ങൾക്കറിയാം, ഇവിടെ വന്നേക്കുന്നത് ഗോളൻ ഹൈറ്റ്സ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഒരു റെലവൻസി അറിയാം. നിങ്ങൾക്കറിയാം ഇസ്രായേൽ പാലസ്റ്റീൻ യുദ്ധത്തില് അവിടെ ആക്ച്വലി ആ വാർഫയർ ആ ഏരിയയിൽ വരുന്ന ഒരു പ്ലേസ് ആണ് ഗോളൻ ഹൈറ്റ്സ്. സോ ഗോളൻ ഹൈറ്റ്സിന്റെ ഒരു എക്സാക്ട് ലൊക്കേഷൻ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, ഇത് സിറിയയുടെ ഒരു സൗത്ത് വെസ്റ്റ് കോർണറിലാണ് ഇത് ലൊക്കേറ്റഡ്. നമുക്ക് ഇതിൽ നിന്ന് കാണാൻ പറ്റും, സിറിയയുടെ ഒരു സൗത്ത് വെസ്റ്റ് കോർണറിലാണ് ഗോളൻ ഹൈറ്റ്സ് ലൊക്കേറ്റഡ്. സോ ഇതൊരു ബസാൾട്ടിക് പ്ലാറ്റോ ആണ്. ബസാൾട്ടിക് പ്ലാറ്റോ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഉയർന്നു നിൽക്കുന്ന ഒരു പ്ലാറ്റോ ആണ്. അപ്പൊ നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കാണാം ലെബണോൺ, അതുപോലെ തന്നെ ഇസ്രായേൽ, അതുപോലെ തന്നെ ജോർദൻ, ഇങ്ങനത്തെ രാജ്യങ്ങളിൽ അടുത്ത് കിടക്കുന്ന സ്ഥലമാണ്, സിറിയയിൽ കിടക്കുന്ന സ്ഥലമാണ് ഗോളൻ ഹൈറ്റ്സ്. അപ്പൊ നിങ്ങൾ നോക്കുവാണെങ്കിൽ സോ ബേസിക്കലി ഇത് ആക്ച്വലി ബിലോങ് ടു സിറിയ. ബട്ട് 1967 അറബ് വാർ, 6-day വാറിന് ശേഷം ഇസ്രായേല് ഇത് സിറിയയിൽ നിന്ന് ഒക്യുപ്പൈ ചെയ്തത്. ബട്ട് ഇല്ലീഗലി ഒക്യുപ്പൈഡ് ആണ്. ഇറ്റ് ഇസ് നോട്ട് റെക്കഗ്നൈസ്ഡ്. ഇല്ലീഗലി ഒക്യുപ്പൈ ചെയ്യണം. ഓൾമോസ്റ്റ് 2/3 ഓഫ് ഗോളൻ ഹൈറ്റ്സ് ഇപ്പൊ ഇസ്രായേലിന്റെ കയ്യിലാണ്. സോ ഗോളൻ ഹൈറ്റ്സ് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് 1970s ഇസ്രായേൽ ഇത് ഇല്ലീഗലി ഒക്യുപ്പൈ ചെയ്ത ശേഷം നമ്മളൊരു UN പീസ് കീപ്പിംഗ് ഫോഴ്സ് അവിടത്തേക്ക് അയച്ചിട്ടുണ്ട്. ആ പീസ് കീപ്പിംഗ് ഫോഴ്സിന്റെ പേരാണ് യുണൈറ്റഡ് നേഷൻസ് ഡിസെൻഗേജ്മെന്റ് ഒബ്സർവർ ഫോഴ്സ്. നിങ്ങൾ ഇത് ജസ്റ്റ് നോക്കുക. ഇത് കൂടാതെ നമ്മൾ കുറച്ച് എക്സ്ട്രാ ഇൻഫർമേഷൻ പഠിക്കേണ്ടിയിരിക്കുന്നു. സോ ഗോളൻ ഹൈറ്റ്സ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഷെബ ഫാംസ് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. ഈ ഷെബ ഫാംസ് ആക്ച്വലി ഇപ്പോൾ ഇസ്രായേൽ ഒക്യുപ്പൈ ചെയ്ത ശേഷം ഇത് ഇസ്രായേലും ലെബണനുമായിട്ട് സ്ഥിരമായിട്ട് ഒരു ഇഷ്യൂ വരുന്ന ഒരു ഏരിയ ആണ്. കാരണം ഇവിടെ ഈ ഷെബ ഫാംസിൽ നിന്നാണ് ഇപ്പോൾ പലതരം അറ്റാക്ക് വരുന്നത്. ഒരു വാൻറ്റേജ് പോയിന്റ് ആണ് ആക്ച്വലി ഇത്. സോ ഇതൊരു ഏരിയ ആണ്. ഈ ഷെബ ഫാംസ് നിങ്ങൾ ആക്ച്വലി അറിഞ്ഞിരിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വേറൊരു ഇമ്പോർട്ടന്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇസ്രായേലിന്റെ മിക്ക ഫ്രഷ് വാട്ടർ ഇൻടേക്കും വരുന്നത് സീ ഓഫ് ഗലീലയിൽ നിന്നാണ്. സോ ഇതാണ് പ്രൈമറി സോഴ്സ് ഓഫ് ഫ്രഷ് വാട്ടർ ഇൻടേക്ക് ഫോർ ഇസ്രായേൽ. സോ ഈ ഇസ്രായേൽ ഇൻടേക്ക്, സോ ഇപ്പൊ ഗോളൻ ഹൈറ്റ്സിൽ നിന്ന് വരുന്ന ഫ്രഷ് വാട്ടർ സീ ഓഫ് ഗലീലയിലേക്ക് ഡ്രെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇറ്റ് ഇസ് ആക്ച്വലി ഇമ്പോർട്ടൻറ്റ്, അടുത്ത് നിൽക്കുന്നതാണ്. സോ ഇസ്രായേലിന് അത് കൺട്രോൾ ചെയ്യേണ്ട ആവശ്യം കൂടി ഉണ്ട്. ഓക്കെ, സോ നമ്മൾ ഗോളൻ ഹൈറ്റ്സ് പഠിച്ചു, അതിന്റെ ബോർഡറിങ് കൺട്രീസും നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ഷെബ ഫാംസും സീ ഓഫ് ഗലീലിനെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് പഠിച്ചു. ഓക്കെ, സോ ഇത് നിങ്ങൾ റിവൈസ് ചെയ്യുക, നോട്ട്സ് ഉണ്ടാക്കുക. ഓക്കെ, താങ്ക് യു.